പ്രിയപ്പെട്ടവരെ, ബ്രേക്കിംഗ് വാർത്ത വരുന്നു. ബ്രേക്കിംഗ് അലാറം. ഈ പുതുവർഷത്തിലെ മറ്റൊരു ബ്രേക്കിംഗ് വാർത്തയുമായി നമുക്കൊപ്പം നിൽക്കുന്നത് അഷ്കർ അലി കരിമ്പയാണ്. അഷ്കർ അലി കരിമ്പ, വെരി ഗുഡ് മോർണിംഗ്, ഹാപ്പി ന്യൂ ഇയർ, പുതുവത്സരാശംസകൾ നേരുന്നു. ഗംഭീരമാവട്ടെ 2025. അരുൺ, ഗുഡ് മോർണിംഗ്, ഹാപ്പി ന്യൂ ഇയർ. നമ്മൾ ഈ വർഷത്തെ ആദ്യത്തെ പ്രധാനപ്പെട്ട ബ്രേക്കാണ്. എന്താണാവോ ആ ബ്രേക്കിംഗ്? അരുൺ, സമസ്തയും ലീഗും കോൺഗ്രസും ഒക്കെ തന്നെ പലവിധത്തിലുള്ള രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. പലതരത്തിലുള്ള വിഭാഗീയതകളുണ്ട്, അപശബ്ദങ്ങളുണ്ട്, പിന്നെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ പോലും വലിയ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. ഇപ്പോൾ കോൺഗ്രസിലെ നേതൃമാറ്റ ചർച്ചകളൊക്കെ തന്നെ സജീവമായി നിൽക്കുകയാണ്. പ്രത്യേകിച്ച് ഈ വർഷം 2025 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഇതിന് ആര് കോൺഗ്രസ് നേതൃത്വം നൽകുമെന്നുള്ള ചോദ്യങ്ങൾക്ക് നിൽക്കുമ്പോൾ തന്നെ കോൺഗ്രസിലെ ചില സാമുദായിക സമവാക്യങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് രമേശ് ചെന്നിത്തല കടന്നു വരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഈ പുതുവത്സര ദിനത്തിൽ നമ്മൾ ആദ്യമായി ഒരു വാർത്ത കൂടി ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. സമസ്തയുടെ നേരിട്ടുള്ള സ്ഥാപനമായിട്ടുള്ള പട്ടിക്കാട് ജാമിയ നൂരിയ വാർഷിക സമ്മേളനത്തിലും ഉദ്ഘാടകനായി രമേശ് ചെന്നിത്തല എത്തുന്നു എന്നുള്ളത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. നേരത്തെ NSSുമായി ബന്ധപ്പെട്ട് SNDPയുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികളൊക്കെ തന്നെ ഇത്തരത്തിൽ രമേശ് ചെന്നിത്തല ഇടം പിടിച്ചിരുന്നു. അത് വലിയ തോതിൽ വാർത്തയാവുകയും ചെയ്തിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഒരു സമസ്തയുടെ വേദിയിലേക്ക് കൂടി ഉദ്ഘാടകനായിക്കൊണ്ട് രമേശ് ചെന്നിത്തല എത്തുന്നത്. ജനുവരി 4-ാം തീയതി, 1-ാം തീയതി മുതൽ 5-ാം തീയതി വരെയാണ് പട്ടിക്കാട് ജാമിയ നൂരിയയുടെ 62-ാം വാർഷിക 60-ാം സന്നദ്ധാന സമ്മേളനം നടക്കുന്നത്. ഇതിൽ 4-ാം തീയതി നടക്കുന്ന ഗരീബ് നവാസ് എന്ന് പറയുന്ന ഒരു സെഷനിലാണ് ഉദ്ഘാടകനായിക്കൊണ്ട് രമേശ് ചെന്നിത്തല എത്തുന്നത്. അഥവാ സമസ്തക്ക് കൂടി പ്രിയപ്പെട്ടവനായി രമേശ് ചെന്നിത്തല മാറുന്നു എന്നുള്ളതാണ് ഇതിലൂടെ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. അതിനപ്പുറത്തേക്ക് നേരത്തെ നമ്മൾ ബ്രേക്ക് ചെയ്തിരുന്ന ഒരു വാർത്ത ഉണ്ടായിരുന്നു. മുസ്ലിം ലീഗിന് താല്പര്യം അത് രമേശ് ചെന്നിത്തലയോടെയാണ് എന്നുള്ളതായിരുന്നു നമ്മൾ പുറത്തു വന്ന സൂചനകൾ വ്യക്തമാക്കി റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനെ സ്ഥിരപ്പെടുത്തുന്ന ഒരു കാര്യം കൂടിയാണ്. കാരണം ഈ ജാമിയ നൂരിയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള പാണക്കാട് സ്വാദിഖ് അലി തങ്ങളാണ്. അത്തരത്തിൽ മുസ്ലിം ലീഗ് നേതാക്കൾ കൂടി താല്പര്യത്തോടു കൂടിയാണ് രമേശ് ചെന്നിത്തല ഇത്തവണ ഈ ജാമിയ നൂരിയുടെ വേദിയിലേക്ക് എത്തുന്നത് എന്നാണ് പുറത്തു വരുന്ന വിവരം. ഈ രമേശ് ചെന്നിത്തല കൈകാര്യം ചെയ്യുന്ന ഈ സെഷൻ അത് മുൻ മുസ്ലിം ലീഗിൻ്റെ മുതിർന്ന നേതാവ് കൂടിയായിട്ടുള്ള MK മുനീർ അടക്കം പങ്കെടുക്കുന്ന സെഷൻ കൂടിയാണ്. ആ സെഷൻ്റെ ഉദ്ഘാടകനായിട്ടാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല എത്തുന്നത്. കഴിഞ്ഞ തവണ ഇതേ വേദിയിലേക്ക് രമേശ് ചെന്നിത്തലയ്ക്ക് പകരം എത്തിയിരുന്നത് പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശനായിരുന്നു. പക്ഷേ ഇത്തവണ VD സതീശന് ഈ പട്ടികയിലില്ല, ഈ പ്രോഗ്രാം ലിസ്റ്റ് എവിടെയും ഇടം പിടിച്ചിട്ടില്ല. അതിന് പകരമായി ഈ രമേശ് ചെന്നിത്തല എത്തുന്നത് അത് കോൺഗ്രസ് നേതാക്കൾ കൂടി താല്പര്യമാണ്. അതിനോടൊപ്പം തന്നെ സമസ്ത നേതാക്കളുമായിട്ടുള്ള അടുപ്പത്തിൻ്റെ കൂടി ബന്ധത്തിന് പുറത്തു കൂടിയാണ് രമേശ് ചെന്നിത്തല ഈ വേദിയിലേക്ക് എത്തുന്നതെന്നാണ് പുറത്ത് വരുന്ന വിവരം. അങ്ങനെയെങ്കിൽ NSSനും SNDPക്കും ഒപ്പം സമസ്തയുടെയും മുസ്ലിം ലീഗിൻ്റെയും കൂടി പിന്തുണ ഉറപ്പാക്കിക്കൊണ്ടാണ് രമേശ് ചെന്നിത്തലയുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ നീക്കം എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരും. അത് വലിയ രാഷ്ട്രീയ മാറ്റത്തിൻ്റെ ഒരു തുടക്കമായി ഈ പുതുവത്സര പിറവിൽ തന്നെ നമുക്കത് വിലയിരുത്താനുമാകും. ഈ 4-ാം തീയതി രമേശ് ചെന്നിത്തല സമസ്തയുടെ വേദിയിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും അത് വലിയ തോതിൽ മന്നൻ ജയന്തിൻ്റെ വേദിയിലേക്ക് രമേശ് ചെന്നിത്തല എത്താൻ പോകുന്നു. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ സമസ്തയുടെ വേദിയിലേക്ക് കൂടി രമേശ് ചെന്നിത്തല എത്തുന്നു. അങ്ങനെയെങ്കിൽ വലിയ തോതിൽ സാമുദായിക സമവാക്യങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് ഒരു നേതാവായി, കോൺഗ്രസിൻ്റെ നേതാവായി മാറാനുള്ള രമേശ് ചെന്നിത്തലയുടെ നീക്കങ്ങൾക്ക് അത് വലിയ പിന്തുണ ലഭിക്കുകയും ചെയ്യും. അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ നീക്കം കൂടി ഈ ഘട്ടത്തിൽ ഉണ്ടാകുന്നു. കഴിഞ്ഞ തവണ VD സതീശൻ പങ്കെടുത്ത വേദിയിലേക്ക്, ഇല്ലെങ്കിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി സമസ്തയുടെയും ലീഗിൻ്റെയും ഒക്കെ വേദികളിലേക്ക് സ്ഥിരം ക്ഷണിതമായി എത്തിയിരുന്നത് പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശനാണ്. പക്ഷേ ഇത്തരത്തിൽ കോൺഗ്രസിലെ നേതൃമാറ്റ ചർച്ചകൾ സജീവമായിരിക്കെ തന്നെ VD സതീശന് പകരമായി രമേശ് ചെന്നിത്തല ആ വേദിയിലേക്ക് എത്തുന്നു. അതിൽ മുസ്ലിം ലീഗ് നേതാക്കളുടെ ഇടപെടലുകൾ ഉണ്ട് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി മാറുന്നത്. താങ്ക് യു അഷ്കർ അലി കരിമ്പ. അപ്പോൾ NSSന്റെ ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുക്കാൻ പോകുന്നത് നാളെയാണ് രമേശ് ചെന്നിത്തല സംസാരിക്കുക. അവിടെ മന്നം ജയന്തി ആഘോഷത്തിൽ പങ്കെടുക്കാൻ പോകുന്ന രമേശ് ചെന്നിത്തലയാണ്. വൈക്കത്ത് നമ്മൾ ശിവഗിരി തീർത്ഥാടന സമ്മേളനവുമായി ബന്ധിച്ചിട്ടുള്ള പദയാത്ര ഉദ്ഘാടനം ചെയ്തത് രമേശ് ചെന്നിത്തലയാണ്. ഇനി സമസ്തയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെ പ്രധാനപ്പെട്ട പരിപാടിയിൽ പങ്കെടുക്കാൻ പോകുന്നതും ഇതേ രമേശ് ചെന്നിത്തലയാണ് എന്നുള്ളതാണ്. അപ്പോൾ NSS SNDP പിന്തുണയ്ക്ക് പിന്നാലെ ജാമിയയിലേക്കുള്ള ക്ഷണം വളരെ പ്രധാനപ്പെട്ടതാണ്. ചില സൂചനകളാണ് എന്നുള്ളതാണ്. ചെന്നിത്തല കരുത്താർജിക്കുകയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ.